ഇപ്പോൾ ഷിബിൻ്റെ അച്ഛൻ ഭാസ്കരൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസ്കരൻ, ഒരുപക്ഷെ വളരെ നീതിപീഠത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഹൈക്കോടതി ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അന്നത്തെ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വല്ലാത്ത വിഷമം ഉണ്ടാക്കുകയും ചെയ്തു താങ്കൾ അടക്കമുള്ളവർക്ക്. ഇതിൽ സർക്കാർ കൃത്യമായ അപ്പീൽ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വിധി വരികയും ചെയ്തത്. എങ്ങനെ കാണുന്നു ഈ നിയമ പോരാട്ടവും ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയുടെ ഈ വിധിയെ? തീർച്ചയായിട്ടും ഈ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാശ്വാസം നൽകിയ ഒരു വിധിയാണ്. ഷിബിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഷിബിനെ ഏതാനും മുസ്ലിം ലീഗിന്റെ ക്രിമിനലുകൾ മാറാടിന് സമാനമായ രീതിയിൽ വെട്ടുകയായിരുന്നു. 7 പേരെയാണ് വെട്ടിയത്. ആ കേസിൽ ബഹുമാനപ്പെട്ട വിചാരണ കോടതി വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഹൈക്കോടതി തിരുത്തി ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഈ കേസിൽ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ CPIMന്റെ നാദാപുരം ഏരിയ കമ്മിറ്റിയും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്റെ കേസ് ഞാൻ കൊടുത്തിട്ടുള്ള അപ്പീലും പരിക്കേറ്റവരുടെ അപ്പീലും നാദാപുരം ഏരിയ കമ്മിറ്റിയാണ്, CPIMന്റെ നാദാപുരം ഏരിയ കമ്മിറ്റിയാണ് നടത്തിയിട്ടുള്ളത്. ശ്രീ ഭാസ്കരൻ, ഇത് നമുക്കറിയാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരനായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ ലീഗുകാർ ഈ 17 പേരടങ്ങുന്ന സംഘം അതിക്രൂരമായി ഷിബിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഷിബിന്റെ നിലപാട് തന്നെയായിരുന്നു പ്രശ്നം. തീർച്ചയായിട്ടും ഷിബിൻ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു, റെഡ് വളണ്ടിയർ ആയിരുന്നു. ഒപ്പം 6 പേരെ കൂടെ മാരകമായി വെച്ച് പിളർന്നിരുന്നവർ. അതിൽ 2-3 പേരൊക്കെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു. അവരുടെയൊക്കെ മരണമൊഴിയാണ് ബഹുമാനപ്പെട്ട വിചാരണ കോടതി തള്ളിയത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയ ഒരു വിധിയായിരുന്നു. ഇപ്പോൾ തീർച്ചയായും വൈകിയാണെങ്കിലും 10 വർഷം, ഏകദേശം 10 വർഷം പൂർത്തിയാക്കി 10 വർഷത്തിന് 100 ദിവസം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു വിധി. തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ അഭിമാനം നൽകുന്നത്. അതായത് ഞങ്ങളെ സംബന്ധിച്ചോട് ആശ്വാസം നൽകിയ ഒരു വിധി തന്നെയാണ്. ഇപ്പൊ ഈ ഒരു സുദിനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ശ്രീ ഭാസ്കരൻ, ഒരുപക്ഷെ ഈ 17 പേരടങ്ങുന്ന ക്രിമിനൽ സംഘം അത് ഈ ലീഗിന്റെ അടക്കം നേതൃത്വത്തിന്റെ അറിവില്ലാതെ നടക്കില്ല. അത്തരത്തിലെ കൂടി ഒരു അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തുടർ സംഘടനം. തീർച്ചയായിട്ടും നാദാപുരം ഏരിയയിലെ മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ് എന്നും ഒരു സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യലായിരുന്നു അവരുടെ ഉദ്ദേശം. നേരത്തെ നമുക്കറിയാം ബിനു സംഭവം, അത് 2001 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരുന്നു. അതുപോലെ തന്നെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് CPIMന്റെ ലീഡർഷിപ്പിലുള്ള നേതാക്കളെ വകവരുത്താൻ വേണ്ടി 100 കണക്കിന് ബോംബുകൾ നിർമ്മിച്ചു. അത് പെറുക്കി മാറ്റി വെക്കുന്ന സമയത്തുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുക എന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ലീഗ്. ഏതായാലും ഷിബിനെ ഇങ്ങനെ ഈ കൊലപ്പെടുത്തിയെങ്കിലും ഷിബിൻ ഉയർത്തിയ ആശയങ്ങൾ, ഷിബിന്റെ പ്രസ്ഥാനം എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു, സർക്കാർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിയാണ്, നാദാപുരം ഏരിയ കമ്മിറ്റിയാണ് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പാർട്ടി എപ്പോഴും നമ്മളൊക്കെ എല്ലാവിധ സഹായം ചെയ്തു വരുന്നുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ഭാസ്കരൻ, ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.